സിനിമയിലെ സൗഹൃദം? സിനിമയിൽ ഒത്തിരി സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് സൗഹൃദമാണ്, ആരുമായിട്ടും വഴക്കില്ല ശരിക്കും പറഞ്ഞു. അപ്പോൾ സൗഹൃദങ്ങളെന്ന് നിലനിൽക്കണം എന്നാണ് ആഗ്രഹം. കാരണം ഈ സൗഹൃദങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയില്ലെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റും ഈ സൗഹൃദങ്ങളിലൂടെ. അപ്പോൾ സൗഹൃദങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാവും. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു അല്ലെങ്കിൽ ഒരാളായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. കുറേ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ഫ്രണ്ട് അങ്ങനെ ഇല്ല. നമ്മൾ എല്ലാവരോടും ഒരു സമദൂരം സിദ്ധാന്തത്തിലാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടായിരുന്നു. കാരണം മലയാളത്തിൽ ഇങ്ങനെ ആദ്യം കാസ്റ്റിംഗ് ഡയറക്ഷൻ, മലയാളത്തിലെ ആദ്യത്തെ കാസ്റ്റിംഗ് ഡയറക്ടറാണ് ദിനേശ്. അതെ, ഇപ്പൊ ഞാൻ ഒരുപാട് പേർക്ക് അവസരങ്ങൾ. ഇപ്പൊ ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ അല്ല, ഞാനത് നിർത്തിയിട്ട് കുറച്ച് നാളായി. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഈ അഡ്വർടൈസിങ്ങും അഭിനയവും കാസ്റ്റിംഗും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. തിര എന്ന് പറഞ്ഞൊരു ഫിലിമിലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ തിരയുടെ പശ്ചാത്തലം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ ഇന്ന് വരെ കാണാത്ത ടൈപ്പ് കുറച്ച് ആളുകളെയായിരുന്നു അതിൽ വേണ്ടത്. ഒരു ട്രാൻസ്ജെൻഡർ അങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സ്ഥിരം കാണുന്ന ഒരു ആക്ടറെ പിടിച്ച് അങ്ങനെ വേഷം കെട്ടിക്കുന്നതിനേക്കാളും നല്ലത് പുതുമയുള്ള ആളുകളെ കിട്ടുമെന്ന് പിന്നെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ചലഞ്ച് പോലെ ഏറ്റെടുത്തിട്ട് ചെന്നൈയിലും ബാംഗ്ലൂരും ബോംബെയിലും ബെൽഗാമിലും ഒക്കെ ആയിരുന്നു എൻ്റെ ലൊക്കേഷൻസ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടെ നിന്ന് പല നാടക സംഘങ്ങളിൽ നിന്നും പുറത്തുനിന്ന് കണ്ട ആളുകളെയും ഒക്കെ പരിചയപ്പെട്ട് സംസാരിച്ച് അവരുടെ ഓഡീഷൻ ഇതുപോലെ ചെയ്യിച്ച് നോക്കിയാണ് അതിലേക്ക് സെലക്ട് ചെയ്തത്. അങ്ങനെ അതൊരു സക്സസ് ആയിരുന്നു. അങ്ങനെയാണ് കാസ്റ്റിംഗ് തുടങ്ങുന്നത്. പിന്നെ ജേക്കബിൻ്റെ സ്വർഗരാജ്യമാണ് പിന്നെ കാസ്റ്റ് ചെയ്തത്. അത് ദുബായിലെ പശ്ചാത്തലമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒത്തിരി ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ട് ദുബായിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ഒത്തിരി രാജ്യക്കാരെ വേണമായിരുന്നു, ഈജിപ്ഷ്യൻ വേണമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിയായിട്ടുള്ള ഒരാളെ വേണമായിരുന്നു. അപ്പോൾ അതൊരു ചലഞ്ചായിരുന്നു. അതൊരു മാസം മുമ്പ് അവിടെ പോയി നിന്ന് ഇതേപോലെ കണ്ട് സംസാരിച്ച് പലരുടെയും സഹായത്തോടു കൂടി അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. പിന്നെ ലുക്ക ചുപ്പ്, ഈ 3 പടത്തിൽ അങ്ങനെ ഒരു ഫുൾ ഓഫ് കാസ്റ്റിംഗ് ചെയ്തു. 97 ഞാൻ ദുബായിലെത്തുന്നത്. 2 വർഷം ലേബർ ക്യാമ്പിലായിരുന്നു. അവിടെ പെട്ടുകിടന്ന് എന്നെ പൊക്കിക്കൊണ്ടുവന്നത് നിന്റെ പപ്പയാ. കടങ്ങളുടെ കണക്ക് പറയാനാണെങ്കിൽ നിന്റെ പപ്പയ്ക്ക് പറയാനുള്ളതിലും ഒരുപാടധികം എനിക്ക് പറയാനുണ്ടാവും. ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇക്കാണുന്നത് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ പണം ജേക്കപ്പച്ചായൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതിന് ഏതെങ്കിലും ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കട്ടിക്കടലാസിൽ ഒപ്പിട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ പപ്പയോട് പറഞ്ഞേക്ക്.